നമസ്കാരം. നേരറിയാൻ ദേശാഭിമാനിയിലേക്ക് സ്വാഗതം. ദേശാഭിമാനി 2025 മെയ് 10 ശനിയാഴ്ച. പാകിസ്ഥാന്റെ യുദ്ധവെറി തുടർ പ്രകോപനം. വീണ്ടും ഡ്രോൺ ആക്രമണം. അമൃത്സറിലും ഫിറോസ്പൂരിലുമടക്കം 7 കനത്ത പ്രതിരോധം തീർത്ത് ഇന്ത്യ. ന്യൂഡൽഹിയിൽ തിരക്കിട്ട കൂടിയാലോചന. അതിർത്തിയിൽ പാക് ഷെല്ലാക്രമണം. വ്യാഴാഴ്ച അയച്ചത് 400 ഡ്രോൺ. 100ഓളം ഡ്രോണുകൾ ഇന്ത്യ തകർത്തു. ആക്രമണം 36 കേന്ദ്രങ്ങളിൽ. എത്തിയത് യാത്രാ വിമാനങ്ങളുടെ മറപറ്റി. പാക് ഷെല്ലാക്രമണത്തിൽ തകർന്ന വീട് കണ്ട് വിതുമ്പുന്ന വയോധിക. ജമ്മു കാശ്മീർ വെള്ളിയാഴ്ച ഉറിയിലെ കാഴ്ച. ഉപയോഗിച്ചത് തുർക്കിയുടെ ഡ്രോൺ. ലക്ഷ്യമിട്ടത് സൈനിക സംവിധാനങ്ങളെ. ഗുരുദ്വാരയും ആരാധനാലയങ്ങളും ലക്ഷ്യമിട്ടു. 138 യാത്രാ വിമാനങ്ങൾ റദ്ദാക്കി. അതിർത്തിയിലുടനീളം ഷെല്ലാക്രമണം തുടരുന്നു. കൃഷിയും വീടും വിട്ട് ഗ്രാമീണ ജനത പലായനം ചെയ്യുന്നു. ജലകരാർ റദ്ദാക്കിയതിൽ ഇടപെടില്ലെന്ന് ലോകബാങ്ക്. എം മുരളി നായിക് ജവാന് വീരമൃത്യു. ജമ്മു കാശ്മീരിലെ ഉറിയിലെ നിയന്ത്രണ രേഖയിൽ കരസേനാ ജവാൻ എം മുരളി നായിക്കിന് വീരമൃത്യു. വ്യാഴം അതിരാവിലെ പാക് സേന നടത്തിയ വെടിവയ്പ്പിലും ഷെല്ലാക്രമണത്തിലും പരിക്കേറ്റ 22കാരനായ നായിക്കിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും വെള്ളി രാവിലെ മരിച്ചു. ഒന്നിച്ചണിനിരക്കണം മുഖ്യമന്ത്രി. പഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി രാജ്യം സ്വീകരിക്കുന്ന എല്ലാ നടപടികൾക്കും ഒപ്പം നമ്മളും അണിചേരണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ഇപ്പോൾ രാജ്യത്തിന് നല്ല രീതിയിൽ പ്രതിരോധിക്കാനായി എല്ലാ ഇന്ത്യക്കാരും പിന്തുണച്ച് അണിചേരണം. ഭീകരാക്രമണത്തിനെതിരെ രാജ്യത്ത് കടുത്ത പ്രതിഷേധമുണ്ട്. അയൽ രാജ്യങ്ങളുമായി നല്ല ബന്ധം നാം ആഗ്രഹിക്കുന്നു. എന്നാൽ വിപരീത ദിശയിലാണ് പാകിസ്ഥാൻ നീങ്ങുന്നത്. കേരളം ഏത് രീതിയിൽ നീങ്ങണമെന്ന് പുതിയ സാഹചര്യത്തിനനുസരിച്ച് തീരുമാനിക്കും. മന്ത്രിസഭാ യോഗം ഇക്കാര്യം വിശദമായി ചർച്ച ചെയ്തു. നമ്മുടെ സഹോദരങ്ങൾ ലോകത്തിന്റെ പല ഭാഗത്തുമുണ്ട്. വിഷമിക്കുന്നവർക്ക് രാജ്യവും സംസ്ഥാനവും ആവശ്യമായ സംരക്ഷണം ഒരുക്കും, മുഖ്യമന്ത്രി പറഞ്ഞു. മന്ത്രിസഭയുടെ 4ാം വാർഷികാഘോഷം മാറ്റി. അതിർത്തിയിലെ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ മന്ത്രിസഭയുടെ 4ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ശനിയാഴ്ച മുതൽ നടത്താൻ നിശ്ചയിച്ച എല്ലാ പരിപാടികളും മാറ്റിവെച്ചു. SSLC വിജയം 99.5%. ചിരിമലയായി വെള്ളാർമല. SSLC പരീക്ഷയിൽ വെള്ളാർമലയിലെ GVHSS മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടിയ KM ആദിലിനെ എടുത്തുയർത്തി സന്തോഷം പകർന്ന അധ്യാപകർ. IPL ഒരാഴ്ചത്തേക്ക് നിർത്തി. സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് മത്സരങ്ങൾ ഒരാഴ്ചത്തേക്ക് നിർത്തിവെച്ചു. IPLന്റെ ഭാഗമായ എല്ലാ സംവിധാനങ്ങളോടും ആലോചിച്ചാണ് തീരുമാനമെടുത്തെന്ന് ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് വ്യക്തമാക്കി. മുപ്പത്താറ് സ്ഥലങ്ങളിൽ പാകിസ്ഥാൻ ഡ്രോൺ ആക്രമണ ശ്രമം. എത്തിയത് യാത്രാ വിമാനങ്ങളെ മറയാക്കി. വർഷിച്ചത് 300 തുർക്കി നിർമ്മിത ഡ്രോണുകൾ. നിലം തൊടാൻ വിടാതെ ഇന്ത്യൻ സൈന്യം വെടിവെച്ചിട്ടു. പഞ്ചാബ് സെക്ടറിൽ വ്യോമപ്രതിരോധ ജാഗ്രത നിലനിൽക്കെ ഫൈനാൻസ് ഏവിയേഷൻ്റെ ദമാമിൽ നിന്ന് ലാഹോറിലേക്കുള്ള എയർബസ് 320 വിമാനം കടന്നുപോയി. ഈ വിമാനത്തിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ ഇന്ത്യൻ വ്യോമസേന സംയമനം പാലിച്ചു. ബൈരക്താർ TB2 ഡ്രോൺ. അതിർത്തി കടന്ന് ഇന്ത്യയെ ആക്രമിക്കാൻ പാകിസ്ഥാൻ ഉപയോഗിച്ചത് തുർക്കിയുടെ ദീർഘദൂര ആളില്ലാ ആകാശവാഹനം ബൈരക്താർ TB2. ഓപ്പറേഷൻ സിന്ധൂർ. വെടിവെച്ചിട്ടു മുൾമുനയിൽ അതിർത്തി. പാക് തെരുവുകളിൽ പരിഭ്രാന്തി. പ്രതിരോധ ആഭ്യന്തര മന്ത്രാലയങ്ങളിൽ ഉന്നതതല യോഗം. 3 സേനാ വിഭാഗങ്ങളുടെയും തയ്യാറെടുപ്പുകൾ യോഗം വിലയിരുത്തി ആരോഗ്യ മന്ത്രാലയം. അക്കൗണ്ട് ഹാക്ക് ചെയ്തെന്ന് കറാച്ചി പോർട്ട് ട്രസ്റ്റ്. ഉറിയിലെ ഗ്രാമത്തിൽ പതിച്ച ആയുധങ്ങളുടേതെന്ന് സംശയിക്കുന്ന ലോഹഭാഗങ്ങൾ. അതിർത്തിയിൽ നിന്നും
ജമ്മു കാശ്മീരിൽ മലയാളി വിദ്യാർത്ഥികൾ കുടുങ്ങി. ഇമ്രാന്റെ മോചനത്തിന് ഹർജി. ഇന്ത്യയുമായുള്ള സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻ ഖാനെ ജയിൽ മോചിതനാക്കണമെന്ന് ആവശ്യം. ഇന്ത്യയുമായുള്ള സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻ ഖാനെ ജയിൽ മോചിതനാക്കണമെന്ന് ആവശ്യം. അദ്ദേഹത്തെ തടവിൽ പാർപ്പിച്ചിരിക്കുന്ന റാവൽപിണ്ടിയിലെ അദിയാല ജയിലിൽ ഡ്രോൺ ആക്രമണം ഉണ്ടാകുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഖൈബർ പഖ്തൂൺഖ്വ മുഖ്യമന്ത്രി അലി അമീൻ ഗദ്ദാപൂർ ഇസ്ലാമാബാദ് ഹൈക്കോടതിയെ സമീപിച്ചത്. ദി വയറിന് കേന്ദ്രത്തിന്റെ വിലക്ക്. പ്രമുഖ ഓൺലൈൻ മാധ്യമമായ ദി വയറിന് വിലക്കേർപ്പെടുത്തിയ കേന്ദ്ര വാർത്താവിനിമയ മന്ത്രാലയം നടപടി മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെ കടുത്ത ലംഘനമാണെന്ന് ദി വയർ പ്രതികരിച്ചു. ഉന്നം തെറ്റി വാർത്താ മിസൈലുകൾ. ജമ്മു കാശ്മീരിലെ ഉറിയിലെ സലാമാബാദിൽ പാകിസ്ഥാൻ ഷെല്ലിങ്ങിൽ തകർന്ന വീട്. PL-15 മിസൈൽ. ഇന്ത്യയിൽ തകർന്നു വീണ പാക് മിസൈൽ ഭാഗങ്ങൾ പരിശോധിച്ചതിൽ നിന്ന് അവ ചൈനീസ് നിർമ്മിത PL ആണെന്ന് മനസ്സിലാക്കി. അതിർത്തിയിൽ സേന സജ്ജം, സുരക്ഷ വർദ്ധിപ്പിച്ചു. ഡൽഹിയിൽ അതീവ ജാഗ്രത. ദേശാഭിമാനി എഡിറ്റോറിയൽ. ഗുണമേന്മയുള്ള തിളക്കം. ഈ വർഷത്തെ SSLC പരീക്ഷാഫലം പുറത്തു വന്നിരിക്കുകയാണ്. ഗുണമേന്മ കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനും പുതിയ കാലത്തിൻ്റെ വെല്ലുവിളികൾ ഏറ്റെടുക്കുന്നതിനും പൊതുവിദ്യാഭ്യാസ മേഖലയിൽ സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന പദ്ധതികൾ വിജയം കാണുന്നു എന്നതിൻ്റെ തെളിവാണ് പരീക്ഷാഫലം. രാജ്യത്തിനാകെ മാതൃകയാകുന്ന പദ്ധതികളും പരിഷ്കാരങ്ങളുമാണ് സംസ്ഥാനത്ത് നടപ്പാക്കുന്നത്. SSLC പരീക്ഷയിൽ ഉപരിപഠനത്തിന് അർഹരായ എല്ലാ വിദ്യാർത്ഥികളെയും അഭിനന്ദിക്കുന്നു. ഒപ്പം ഇതിനു മുന്നിൽ പ്രവർത്തിച്ച അധ്യാപകർ, PTA, രക്ഷിതാക്കൾ തുടങ്ങിയവർക്കും അഭിനന്ദനങ്ങൾ. ഉപരിപഠനത്തിന് അർഹത നേടാൻ കഴിയാത്തവർ നിരാശരാകാതെ ആത്മവിശ്വാസത്തോടെ ഉടനെയുള്ള അവസരം ഉപയോഗപ്പെടുത്തുക. ഉപരിപഠനത്തിന് അർഹരായവർക്കെല്ലാം മികച്ച തുടർ പഠനത്തിനുള്ള സൗകര്യങ്ങൾ സംസ്ഥാന സർക്കാർ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കോവിഡ്. രാജ്യത്ത് മറച്ചുവെച്ചത് 19.73 ലക്ഷം മരണം. 2021 രാജ്യത്ത് 19,73,000 കോവിഡ് മരണങ്ങൾ വിവിധ സംസ്ഥാനങ്ങൾ മറച്ചുവെച്ചെന്ന് കേന്ദ്ര സർക്കാർ രേഖകൾ. 1,95,406 മരണം ഒളിപ്പിച്ച ഗുജറാത്താണ് ഏറ്റവും മുന്നിൽ. അതായത് കോവിഡ് വന്ന് ഗുജറാത്തിൽ 2 ലക്ഷത്തോളം പേർ മരിച്ചു. അവരെന്നിട്ട് പുറത്ത് അറിയിച്ചത് 5,809 കോവിഡ് മരണമാണെന്ന് മാത്രമാണ് പുറത്തറിയിച്ചത്. നോക്കൂ, 2021 കോവിഡ് അധിക മരണം. ഔദ്യോഗിക കണക്ക് ബ്രാക്കറ്റിൽ. ഇതിൽ ഏറ്റവും കുറവ് കേരളത്തിലാണ്. എല്ലാം കൃത്യമായി അറിയിച്ച കേരളം. രാജ്യത്ത് 20 ലക്ഷം പേരാണ് മരിച്ചത് കോവിഡ് കാലത്ത്.